ഗൈസ് രാവിലെ വാച്ച് വാങ്ങാൻ പോയിട്ട് വാച്ച്മാനായി പോയ കഥ നിങ്ങൾ കേട്ടുകൊണ്ടല്ലോ അല്ലേ. പിന്നെ നമ്മൾ നേരെ പോയത് ഇരാറ്റുപേട്ട വർക്ക്ഷോപ്പിലേക്കാണ് കേട്ടോ. ഉച്ച കഴിഞ്ഞ് നമ്മുടെ ആക്റ്റീവ ഓടിക്കുമ്പം ബെൽറ്റിൽ നിന്ന് നല്ല തന്നെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സംഭവമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് എഞ്ചിൻ ഓയിൽ മാറണമായിരുന്നു കേട്ടോ. നല്ല പ്യുവർ ഓയിലാണ് വരുന്നത്. നമ്മൾ ഒരു വർഷത്തോടെ പോയി എഞ്ചിൻ ഓയിൽ മാറിയിട്ട് നല്ല ക്വാളിറ്റി ഓയിലല്ലേ. പിന്നെ നമുക്ക് വണ്ടിയുടെ ബ്രേക്കൊക്കെ ചെറുതായിട്ട് അടിച്ചു പോയിരുന്നു കേട്ടോ. ബ്രേക്ക് ഏകദേശം ഒരു തുരുമ്പെടുത്ത അവസ്ഥയിലേക്കായി അതിൻ്റെ കേബിളും കാര്യങ്ങളൊക്കെ. അതെല്ലാം പുതിയത് നമ്മൾ മാറിയിട്ടു കണ്ടോ. ഈ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഭായി ഇവിടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ആക്റ്റീവ ഇങ്ങനെ തുറന്ന് കാണുന്ന ആദ്യമായിട്ടാണ് കേട്ടോ. പിന്നെ എന്തൊക്കെയോ ഇവിടെ കാണിക്കുന്നുണ്ട്. കുറേ നേരം നിന്നും എടുത്തുകൊണ്ട് ഞാനും അച്ചുകൂടെ കൂടെ പോയി നമ്മുടെ ഇരാറ്റുപേട്ടയിലെ ബിസ്മിന്ന് കുറേ ചെറുകടികളൊക്കെ വാങ്ങി കേട്ടോ. എനിക്ക് ആ ഒരു കടയടുത്ത് ഉഴുന്നവട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഉഴുന്നവടയും പിന്നെ കുറച്ച് ഉള്ളിവട പിന്നെ കുറച്ച് ബോണ്ട ഇത്തരം കാര്യങ്ങളാണ് ഞങ്ങൾ വാങ്ങിയേക്കുന്നത്. എല്ലാം വാങ്ങിയിട്ട് വീണ്ടും തിരിച്ച് സ്ഥലത്തേക്ക് വന്നേ. എന്നെ അവിടെ വിട്ടിട്ട് അച്ചുകൂടം തിരിച്ച് മണിസ്ഥലത്തേക്ക് പോയി കേട്ടോ. അങ്ങനെ 2 മണിക്ക് ഇവിടെ വന്ന ഞാൻ ഇവിടെ നിന്ന് ഏകദേശം സമയം 5:30 ആയിട്ടുണ്ട്. എല്ലാം റെഡിയാക്കി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്കും സമയം ഒരു 6:15 ആയിരുന്നു. പിന്നെ നമ്മൾ വണ്ടിയുടെ സീറ്റ് കവർ മാറിയായിരുന്നു കേട്ടോ. പിന്നെ കോൺസെപ്റ്റ് മാറിയിട്ടു. പിന്നെ ഈ സീറ്റ് കണ്ടതിൽ ഞാൻ തന്നെയാണ് പെയിൻറ്റ് അടിച്ചത് കേട്ടോ. സ്പ്രേ പെയിൻറ്റാണ് യൂസ് ചെയ്തത്. വലിയ മേനയൊന്നും വന്നിട്ടില്ല. ഇനി വണ്ടി ഒന്ന് പെയിൻറ്റ് അടിക്കാൻ സെപ്പറേറ്റ് കൊണ്ടുപോകണം. ഈ ഒരു സ്പ്രേ പെയിൻ്റാണ് ഞാൻ യൂസ് ചെയ്തത് കേട്ടോ. എല്ലാം കഴിഞ്ഞ് ഇനി നമ്മുടെ പരിപാടി എന്ന് പറയുമ്പം ഇതിൻ്റെ ബാറ്ററി ഒന്ന് ചാർജ് ചെയ്യാൻ വെക്കണം. അതിനുവേണ്ടി സംഭവം എല്ലാം ഊരിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഊരുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ക്രൂ നമ്മൾ ശ്രദ്ധിക്കാണ്ട് അതിൻ്റെ അകത്തേക്ക് പോയി കേട്ടോ. ഇനി അതെങ്ങനെയായാലും കിള്ളിപ്പറിച്ചെടുക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഓക്കെ ഗൈസ്, ബൈ.